മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമയാണിന്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കും ഇളനോമ്പുകൾ. കളിയാടുന്ന പാടത്തെ കതിരോർമ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൽ കുളിരുള്ള തളിരോർമയാണിന്റെ ബാല്യം. പകലിനെ സ്നേഹിച്ച് കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കി കരഞ്ഞു. അവൾ മുഖമൊന്നുയർത്താതെ നിന്നു. പകലിനെ സ്നേഹിച്ച് കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കി കരഞ്ഞു. അവൾ പാതി ഓർമ്മക്കൂട്ടിലെത്തിയ പ്രിയങ്കരരായ ചങ്ങാതിമാരെ, ഈ പരിപാടി വിജയകരമാക്കി തീർക്കാൻ ഇവിടെയെത്തിയ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ ഏവർക്കും ഈ ചടങ്ങിലേക്ക് കൃത്യമായ സ്വാഗതം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കായി ഏവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയരെ, ഈ വിദ്യാലയത്തിൽ 1989-90 ബാച്ചിൽ 10ാം തരം എയിൽ പഠിച്ച വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയാണ് ഇന്ന് ഓർമ്മക്കൂട്ട് എന്ന സൗഹൃദ സംഗമ വേദിയായി മാറുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വേദി നമ്മുടെ സംഗമത്തിന്റെ രജത ജൂബിലി വർഷമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതീവ ധന്യമായ ഈ ശുഭമുഹൂർത്തത്തിൽ ഏവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായ പരിപാടികളിലേക്ക് കടക്കാം. സ്വാഗത ഭാഷണത്തിനായി നമ്മുടെ ക്ലാസ് ലീഡറും സ്കൂൾ ലീഡറുമായിരുന്ന നിമ്മിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പരിപാടി ഒത്തുചേർന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതിനു മുമ്പ് 2 വാക്ക്. ഈ 25 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഒത്തുചേരലിന് നമുക്ക് വേദി ഒരുക്കിത്തരാൻ എല്ലാ സഹായ സഹകരണങ്ങളും മുൻകൈയെടുത്ത ദർശനയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി പറയും. സ്കൂൾ ജീവിതത്തിന്റെ നിറമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനും ഗുരുജനങ്ങളെ ആദരിക്കാനുമാണ് നമ്മൾ കാര്യമായി ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. അന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് കൗമാരക്കാരികളായിരുന്ന കുമാരിമാർ ഇന്ന് മുതിർന്ന സ്ത്രീകളായി മാറിയിരിക്കുന്നു. സ്കൂൾ ജീവിതത്തിന്റെ നിറമുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. എന്നാലും ഇന്ന് പലരെയും പലർക്കും തിരിച്ചറിയാൻ പറ്റാത്തത് മാറിയതായിട്ടാണ് ഞാൻ കാണുന്നത്.
എങ്കിലും ഈ സദസ്സിൽ നിൽക്കുമ്പോൾ പ്രായം മനസ്സിനെ ബാധിക്കാത്തതായി തോന്നുന്നു. ആദ്യമായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഗുരുക്കന്മാരെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇത് നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് മുസ്തഫ മാഷി പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. പിന്നെ KGGHS അധ്യാപകരെയും അനധ്യാപക ജീവനക്കാരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, നമ്മളൊന്നല്ല, എന്നാലും ഞാൻ സ്വാഗതം ചെയ്യും. ഈ അവസരത്തിൽ പല കാരണങ്ങൾ കൊണ്ടും എത്തിച്ചേരാൻ പറ്റാത്ത അധ്യാപകരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. പിന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ 7 അധ്യാപകരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാ വഴി കാണിച്ചു തന്ന എല്ലാ ഗുരുജനങ്ങളുടെയും അനുഗ്രഹം ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത് ഓർമ്മക്കൂട്ട് 90ന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകുന്നത് തീരെ അനുചിതമായി പോകും. മാഹി മേഖലയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹത്തിന് ഒരു മുഖവുര ആവശ്യമേയില്ല. ഒരു മികച്ച സംഘാടകനും കുഞ്ഞുങ്ങൾക്കിടയിലെ ഒരു കൊച്ചു കുഞ്ഞുണ്ണി മാഷുമായ വലുപ്പ ചെറുപ്പങ്ങളില്ലാത്ത കലാകാരൻ ശ്രീ മുസ്തഫ മാസ്റ്റർ. സാറിന്റെ ഉപദേശപ്രകാരമാണ് ഇന്നീ കൂട്ടായ്മ ഇത്രയും ഭംഗിയായി ഇവിടെ അരങ്ങേറാൻ നമുക്കായത്. ഈ ധന്യമുഹൂർത്തത്തിൽ ഓർമ്മക്കൂട്ടിനെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് കൂട്ടായ്മയുടെ രജത ജൂബിലിയുടെ ലഹരിയിലേക്ക് ആനയിക്കാൻ ഉദ്ഘാടനത്തിനായി ശ്രീ മുസ്തഫ മാസ്റ്ററെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഈ വേദിയിലുള്ള എൻ്റെ പ്രിയങ്കർ വഴികാട്ടികളും മാതൃകകളുമായ പ്രിയങ്കരായ അധ്യാപകർ, അതിൽ റിട്ടയർ ചെയ്തവരുണ്ട്, കർമ്മനിരതമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. നിങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ ഞാൻ പെടും. ആ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറാണ് ഞാൻ സർവീസിൽ എൻട്രിയുടെ കാര്യത്തിൽ. പിന്നെ നിമ്പി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങളെ കമ്പയറിങ് ചെയ്യുന്ന ഇത് പറഞ്ഞതുപോലെ, എൻ്റെ ഒരു സാന്നിധ്യം, എൻ്റെ ഒരു സഹായം ഇതിൽ ഉണ്ടായിരുന്നത് സത്യമാണ്. പക്ഷെ ഞാൻ ഈ സ്കൂളിൽ, ഔദ്യോഗികമായിട്ട് ഈ സ്കൂളിൽ അധ്യാപകനല്ല ഇപ്പോൾ. പക്ഷെ അവിടുന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി പോകുമ്പോഴും ഞാൻ മനഃപൂർവ്വം തന്നെ സുരേഷ് മാഷായിരുന്ന സ്റ്റാഫ് സെക്രട്ടറി, അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് യാത്രയെ പോകണ്ട, യാത്രയെ പോകാൻ പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഈ തന്ത്രം ഞാൻ പഠിച്ചത് പുരുഷമാഷത്തിൽ. പുരുഷമാഷ യാത്രയെ പോകാണ്ട് റിട്ടയർമെന്റായി പോയതുകൊണ്ട് എന്ന കാര്യം പിറ്റേ കൊല്ലല്ലോ മൂപ്പരിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ അതേപോലെ ഒരു ഇവിടുന്ന് പിരിഞ്ഞു പോകാത്തൊരു തോന്നലുണ്ടാവും. 10-20 കൊല്ലം വളർന്ന ഒരു അമ്പാടിയാണ് എനിക്കിത്. പിന്നെ സുരേഷ് മാഷ്, സനിൽ മാഷ്, മൈത്ര മാഷ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഞാനിവിടെ വരാൻ എനിക്കൊരു ഗ്രിപ്പാവുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചടങ്ങ് നല്ല ഭംഗിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ നടത്തണം. പലരും ഓൾഡ് സ്റ്റുഡൻസിനെ പരിപാടിക്കാൻ വിളിക്കുന്നത്, അത് താജ് റെസിഡൻസി, റാറാവിസിലൊക്കെ വിളിക്കുന്നത്. നിങ്ങൾ പലരും ആഗ്രഹിച്ച് ഇവിടെ തന്നെ വേണം. അത് നിങ്ങൾ വല്ലാത്തൊരു മനസ്സാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് അത് ഭംഗിയായി നടക്കണമെങ്കിൽ ഹെഡ് മാസ്റ്ററോട് പറയണം. ഹെഡ് മാസ്റ്റർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയില്ല, അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. കാര്യങ്ങൾ നടക്കണമെങ്കിൽ സുരേഷ് മാഷെ പോലുള്ള, സലിം മാഷെ പോലുള്ള ആളുകളുടെ സഹകരണം നമുക്ക് വേണം. അതുകൊണ്ട് ഇതിവിടെ ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് നടത്താൻ പറ്റിയില്ല. എന്നോട് നിങ്ങൾ കാണിക്കുന്ന ആ നന്ദിയും ആ സ്നേഹവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ കൊടുക്കുന്നു.
പവിത്രൻ മാസ്റ്ററുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മായി മേഖലയിൽ തന്നെ കസ്തൂർബ അല്ലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. 25 കൊല്ലം മുമ്പുള്ള പള്ളൂർ ഗേൾസ് സ്കൂളല്ല മക്കളെ അല്ലേ. മായി മേഖലയിലെ ഇന്നത്തെ നമ്പർ 1 സ്കൂളാണ്. സംശയം ഉണ്ടാ? നന്ന കൈയടിച്ചോ. മാഹി മേഖലയിലെ നമ്പർ 1 സ്കൂളായത് മാറിയ ചരിത്രമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോയ 25 കൊല്ലം. ലക്ഷ്മിയും പത്മിനിയും ഒക്കെ അന്ന് ഈ മൈതാനത്ത് നടന്ന സ്റ്റേജിൽ വെച്ച് മാഹി മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് ഗ്രൂപ്പ് സോങ്ങിനും മലയാള നാടക മത്സരത്തിനൊക്കെ സമ്മാനങ്ങൾ പിടിച്ചു വാങ്ങുക മാത്രമല്ല ദർശനയെ പോലുള്ള കുട്ടികളുടെ നേതൃത്വത്തിൽ മാർക്കിന്റെ കാര്യത്തിൽ നമ്മൾ കുതിച്ചു നടത്തി. എനിക്ക് ഒരു ചെറിയ തകരാറുണ്ട്, അതോട് പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ഇറന്ന് വാങ്ങുന്ന കൂട്ടത്തിലാണ്, അടിയല്ല കയ്യിൽ. നിങ്ങൾക്ക് കൈയടിക്കുക, നിങ്ങൾക്ക് പഠിക്കട്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ ഈ കൂട്ടായ്മ നിങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ സത്യം ഒരു രഹസ്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എൻ്റെ ഒരു ഓർമ്മക്കൂട്ടാണ്. കാരണം മാഹിയിൽ ആദ്യമായിട്ട് ജോലി കിട്ടി ഒരു ഒക്ടോബർ മാസം 89 ഞാൻ ഇവിടെ അധ്യാപകനായി വരുമ്പോൾ ഈ ഇരിക്കുന്ന പലരും ഇവിടുത്തെ സുജായിമാരാണ് അല്ലേ. ഇവരുടെ ഇഷ്ട കഥാപാത്രം സത്താർ മാഷാണ്. എന്താ മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ചരിത്രം പഠിപ്പിക്കുകയും അല്ലേ, നിങ്ങളെ അധ്യാപകന്റെ സൗമനസ്യം എന്താണ്, ലാളിത്യം എന്താണ് എന്ന് നിങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ച ആളാ സത്താർ മാഷ്. ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഭാവിയിൽ ആരാവാൻ ആഗ്രഹമുണ്ട്? സത്താർ മാഷ്. സത്താർ മാഷ് വലിയ കച്ചവടക്കാരനായിരുന്നു. സത്താർ മാഷക്കടിയെന്ന് പറ്റിച്ചവരാണ് കരുവ. പിന്നെ പുരുഷ മാഷ് പ്രത്യേകത എന്നോടൊക്കെ ചെറുപ്പം എന്നെ തമാശാക്കി അഭിനന്ദിച്ചൊരു പല കാര്യങ്ങളും പറയും. അതൊക്കെ ആദ്യമേ കിട്ടിയാണ് പുരുഷമാഷ. ഒരു മാറ്റമില്ലാത്ത മനുഷ്യൻ എന്നാ പുരുഷമാഷ പറയാ. ഒരു സ്കൂട്ടറായിട്ട് അന്ന് വീണ്ടും പോകും. ഒരു കുട്ടികളോട് എങ്ങനെ നമുക്ക് വിദ്യാലയം കഴിഞ്ഞാലും കുട്ടികളോട് എങ്ങനെ നമുക്ക് ആ അറ്റാച്ച്മെന്റ് സൂക്ഷിക്കാം എന്ന് എന്നെ പഠിപ്പിച്ച ഒരു മാഷാണ് പുരുഷമാഷ. കാരണം പുരുഷമാഷ വേറെ വലിയ നർത്തകി വരുന്നുണ്ട്, ഭരതനാട്യക്കാരി പിന്നെ സിന്ധു ഉണ്ട് അല്ലേ, കൊറേ ആളുടെ മുമ്പ് എനിക്കറിയാം. അതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ പ്രസംഗം കുറച്ച് നീട്ടുന്നതിനാണ് വരുന്നവരെ നോക്കട്ടെ. വന്ന പോലെ വെള്ളം കുടിക്കാത്തവരൊന്ന് കുടിച്ചിട്ട് പോലെ. അപ്പൊ പുരുഷഭാഷ പോലുള്ള അധ്യാപകര് പുരുഷഭാഷ സീറ്റിന്റെ ബാക്കിൽ അധികം ഞാനുണ്ടാവും. അപ്പൊ പുരുഷഭാഷ പോകുന്നവർക്കെല്ലാം വണ്ടിയിൽ കുട്ടികളൊക്കെ മാഷോട് എന്തൊരു ചിരിയ. ചില മാഷാടെ സ്കൂട്ടറാണ് നിർത്തും, എന്നിട്ട് വർത്താനം പറയും. സത്യല്ലേ പറഞ്ഞേ? കഴിച്ചോ. പിന്നെ അയ്യപ്പൻ മാഷ അന്ന് ഇന്നും കുട്ടികളുടെ കൂട്ടുകാരൻ തന്നെയാണ്. അയ്യപ്പൻ മാഷെ പറ്റി ഞാൻ അധികം പറഞ്ഞില്ല, കാരണം മാഷ സർവീസിലുണ്ട്. അതുകൊണ്ട് അധികം പോയിട്ടാൽ ചിലപ്പോ എന്നെ പാല് വെക്കും. ഇവര് 2 സർവീസിലില്ല. പിന്നെ ധന്യമാൻ ടീച്ചർ അല്ലെ, അന്ന് ഇന്നും സാമിനിയെ പോലെ തന്നെ ഒരുപാട് നമുക്ക് ഇവിടെ വന്ന സമയത്ത് ഈ നാട്ടുകാരിലൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിഥികളെ പോലെ ഭക്ഷണമൊക്കെ തരം ചെയ്ത ടീച്ചറാണ്. കമല ടീച്ചർ ഇപ്പൊ അഡ്മിസസ് ആണ് പള്ളൂര് സെക്കൻഡറി സ്കൂൾ. പിന്നെ ജയലക്ഷ്മി ടീച്ചർ കഴിഞ്ഞ 1 വർഷമായി വിരമിച്ചു അല്ലെ. നിങ്ങളെ പിങ്കി കുങ്കി കിങ്കി തന്നെ വിളിക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു കുട്ടി തലേന്ന് ഒരു റോസ് പൂ വെച്ചാൽ ടീച്ചർ കൊണ്ടു. ഞാൻ പറഞ്ഞ ടീച്ചറെ നിങ്ങള് കുട്ടികൾ ഓടോ മുസ്തഫെ അവളെന്റെ തലയിൽ വെച്ച് തന്നതാണ്. സത്യ, അതും സത്യ. ഗിരിജ ടീച്ചർ നമുക്കറിയാം. ഗിരിജ ടീച്ചർ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് ഒന്നും ക്ലാസ് എടുക്കൂല. പക്ഷെ വിനോദയാത്ര നടന്നു കഴിയുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഒരു അമ്മയാണ് അല്ലെ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ടീച്ചറുടെ പ്രത്യേകത. ടീച്ചറുടെ മാതൃക ഞാൻ പറഞ്ഞത്, ടൂറെല്ലാം പോലെ ടീച്ചർ നിങ്ങളെ നല്ലോണം നോക്കും അല്ലെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? പിന്നെ നമ്മളെ പ്രിയങ്കരിയായ ലക്ഷ്മിബായി ടീച്ചർ പറയണ്ട, ഭാവനയുടെ അല്ല ജിഷയുടെ അമ്മ അല്ലെ. ജിഷ ജൂനിയർ ബാച്ച് അല്ലേ. ജിഷക്ക് അന്ന് ക്വിസിനൊക്കെ പ്രൈസ് കിട്ടുന്നതാണ് അല്ലെ. ലക്ഷ്മിബായി ടീച്ചർ പിന്നെയും കുറെ കാലം 20 കൊല്ലം ഞങ്ങൾ മുതിർന്ന ജ്യേഷ്ഠത്തിയെ പോലെ ഇപ്പൊ എന്റെ കുടുംബ സുഹൃത്താണ്. ഒരു നാടൻ രീതിയിൽ ഒരു സ്കൂൾ ഭരിച്ച ആളാണ്. കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹം ഉണ്ടാവും. അങ്ങനെ സ്നേഹം ഉണ്ടാവും. ദേശം അപ്പോഴാണ് ചെല്ലുന്നത് കഴിഞ്ഞ് പിന്നെ മനസ്സിൽ വെക്കുന്നവരാണ് അല്ലെ. ഈ ക്ഷണം സ്വീകരിച്ച് അവരോട് എത്തി എനിക്ക് വലിയ സന്തോഷമുണ്ട്. ലക്ഷ്മിബായി ടീച്ചർക്ക് സീത ടീച്ചർ ഇപ്പോ
ഇവിടെ ഹയർ സെക്കൻഡറിയിൽ ഉണ്ട് കണക്കിന്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് കുറച്ച് കുറവായിരിക്കും ടീച്ചർ ക്ലാസ് എടുത്തല്ലേ? പുതിയ എന്നെക്കാൾ കുറച്ച് മുമ്പേ ഇവിടെ വന്നു, അത്രേ ഉള്ളൂ. കണക്കിന്റെ ഒരു അഗ്രഹണ്യാണ്. സർല ടീച്ചർ ഞാൻ ഇവിടെ വരുമ്പോഴേക്ക് ഒരു തല തെറിച്ചു പോയി. സർല ടീച്ചർ രാമകൃഷ്ണ മാഷൊക്കെ പോയ ഒഴിവിലേക്കാണ് ഞാനൊക്കെ വന്നത്. ഞാനൊരു വസ്തുകുമാരി ഉണ്ടായിരുന്നു എല്ലാം വന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടി ഞാനൊന്ന് വെറുതെ ഒന്ന് മനസ്സ് തുറന്നു തന്നെ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള ഇവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, അവരുടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയണം. അതിനുവേണ്ടി ഒരു തുടക്കം കിട്ടുന്നേ ഉള്ളൂ. പിന്നെ പവിത്രൻ മാഷ്, സലീൽ മാഷ്, സുരേഷ് മാഷ്, ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ട്. ഞാൻ ഇപ്പൊ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കണ്ടത്, ഇതിൽ ചിലരെല്ലാം ഞങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ ഗുരുക്കന്മാർ, 7ാം ക്ലാസ്സിലൊക്കെ ഗുരുക്കന്മാർ. അത് നിങ്ങൾ അവരൊക്കെ തന്നെ പറയാം. എന്നാലും പവിത്രൻ മാഷോടും സലീൽ മാഷോടും സുരേഷ് മാഷോടും എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്. കാരണം നിങ്ങളെപ്പോലെ ഇവിടെ അല്ലാത്ത എന്നെയും നിങ്ങളെ ഇത്രയും നല്ലൊരു സംഗമത്തിന് വേണ്ടി ഇത്രയും ബഹുമാന്യരും ആരാധ്യരുമായ ടീച്ചേഴ്സിനോട് ക്ഷണിച്ച് നടത്താൻ വേണ്ടി നമ്മളെ സഹായിച്ചത് ഇവരുടെ കൂടെ. റീനെ നാടകം പഠിപ്പിച്ചിരുന്നു. ആ ശരി, നാടകം പഠിപ്പിച്ചിരുന്നു, പാട്ട് പഠിപ്പിക്കാനുണ്ടായിരുന്നു അല്ലേ? ഡാൻസ് കളിക്ക് അവിടെ പോയി നിന്നിരുന്നല്ലേ? നിങ്ങളായിരുന്നു. സത്യത്തിൽ അതാണ് ക്ലാസ് എടുക്കുന്നില്ലെങ്കിലും ഒരു അധ്യാപകൻ അങ്ങനെ മറ്റു ക്ലാസ്സുകളായിട്ട് മിങ്കിളാവാൻ കഴിയും. ഞാൻ HMI സ്കൂളിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ പോകണ്ടായി പോരുന്നത്. കാരണം കുട്ടികൾ തങ്ങൾ തരാം എടുക്കാത്ത ക്ലാസ്സിൽ വരാത്ത ടീച്ചറായി നമുക്ക് എടുക്കുന്നില്ല. എന്താണ് ഞാനിപ്പോ HMI ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് എല്ലാ ടീച്ചേഴ്സും ക്ലാസ് ഏതെങ്കിലും വർക്ക് അറേഞ്ച്മെന്റ് ആയിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഞാൻ ചെയ്ത തന്ത്രം സുരേഷ് മാസ്റ്റർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആൾക്കാരില്ലാത്ത പീരീഡ് ഞാൻ എടുക്കാത്ത ക്ലാസ് ഒരു ക്ലാസ് പാട്ടൊക്കെ പാടി കൊടുക്കുന്നത് വരുന്നവർക്കും ഇഷ്ടമാണ്. സുഖ സ്വന്തം മക്കളെ കൊടുക്കുന്നതിനെക്കാട്ടും സുഖം ആരുടെ മക്കളെ കൊടുക്കുന്നത്. എന്താ മരുന്ന് വാങ്ങി കൊടുക്കണ്ട, ഭക്ഷണം കൊടുക്കണ്ട, ഒരു മക്കളായി അല്ലേ? അതുകൊണ്ട് തന്നെ അധ്യാപകരെ സംബന്ധിച്ച് സ്വന്തം മക്കളെക്കാട്ട് സ്നേഹം ഉണ്ടാവുക കുട്ടികൾക്കാണ്, സ്റ്റുഡൻസിനാണ്. തിരിച്ചു വന്നില്ല, ശിഷ്യനും മകനും കഥയത്ര പഠിപ്പിക്കുന്ന വെള്ളത്തോടെ. അപ്പൊ ഇവിടെ ഈ ഓർമ്മകൾ, പൂത്തു നിൽക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഗുരുനാഥന്മാരോട് കാണിക്കുന്ന സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കണം. ഈ 25 വർഷത്തിന് ശേഷം ഏകദേശം 35-40 പ്രായഘടനയിൽ കിടക്കുന്ന ആൾക്കാരെ ശരിക്കും നല്ല യുവനയുക്കളാണ്. സത്യത്തിൽ ജീവിതത്തിലെ ഒരു പ്രാരാബ്ദമൊക്കെ അടങ്ങി ഒരു സെറ്റിലായ സമയമാണ് എല്ലാവരും. നിങ്ങൾ ഈ കൂട്ടായ്മ നിങ്ങൾ ഇവിടെ നിർത്തരുത്, ഈ ഒരു മീറ്റിംഗ് നിർത്തരുത്. സുരേഷ് മാഷെ പോലുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട്, സനൽ മാഷൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഈ വിദ്യാലയത്തിന്റെ ഒരു ഓൾഡ് സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാക്കുന്നത് മാത്രം. ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും നിങ്ങൾ തന്നെയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയവരെയും നിങ്ങൾക്ക് ശേഷം കടന്നുപോയവരെയും ഇതിൽ കണ്ണി ചേർക്കണം. അതിനുവേണ്ടി കൂടി ദർശനയെ പോലുള്ള കൂട്ടുകാർ, ബിന്ദുവിനെ പോലുള്ള കൂട്ടുകാർ, ലക്ഷ്മിയെ പോലെ നിങ്ങളൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മുമ്പേ പഠിച്ചവരെയും നിങ്ങൾക്ക് ശേഷം പഠിച്ചവരെയും ചേർത്ത് ഇതൊന്ന് വിപുലമാക്കി ഈ സ്കൂളിന്റെ ഈ വർഷത്തെ ആനുവൽ ഡേ റെപ്രസെന്റേഷൻ ഓഫ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നുള്ള നിലക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി വളർത്തി നമ്മൾ അധ്യാപകർ ചെയ്യും. ഞാനും ഉണ്ടാവും. എനിക്കും അതിനോടൊക്കെ വലിയ ഇഷ്ടം തന്നെ. കാരണം ഇതൊക്കെ ഉണ്ടായി കാരണം പിന്നെ ഇതിലെ ഏറ്റവും ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് ഇത്. മയ്യഴി മേഖലയെ സംബന്ധിച്ച് മയ്യഴി മേഖലയിൽ പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന ഒരു വിദ്യാലയത്തിൽ അന്നത്തെ ഒരു ബാച്ചിലെ പെൺകുട്ടികൾ ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തുന്നത് മയ്യഴിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷികളാവാനും ആ ചരിത്ര നിർമ്മാതാക്കളാവാനും ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി വിജയിച്ച എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതില് സുരേഷ് മാഷ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു അധിക സ്വാതന്ത്ര്യം കാണിക്കുകയാണ്. ഈ 25ാം വാർഷികത്തിൽ നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ക്ഷണിച്ച് വരുത്താൻ കഴിയാത്ത 6 പേരുണ്ട്. നമുക്കറിയാം. ഒന്ന് കുട്ടികൾക്ക് പ്രിയപ്പെട്ട PT സരസ്വതി ടീച്ചർ അല്ലേ? ടീച്ചർ വീട് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. എല്ലാം കൊണ്ടേ കണക്കെല്ലാം പഠിപ്പിച്ച് എല്ലാ കുട്ടികളെയും കണക്കിലൊക്കെ ജയിപ്പിക്കുന്ന മാതൃകാപരമായ അധ്യാപനത്തിന്റെ കാലം ഇന്ന് കാണുന്നില്ല. പിന്നെ നമ്മളെ കരുണം മാഷി അല്ലേ, അദ്ദേഹം കലാവേദികളിൽ പോയി. പിന്നെ അതേപോലെ തന്നെ KK രമബായി ടീച്ചറിലെ ടീച്ചിങ്ങിന്റെ മേന്മ നമ്മൾ കണ്ട ഒരു ടീച്ചറാണ് അല്ലേ. പിന്നെ അതാണ് അന്ന് OMB ഗ്രൂപ്പിനാണ് എനിക്ക് ഓർമ്മ ടീച്ചറെ കണ്ടു. ടീച്ചറെ ചിരി OMB ഗ്രൂപ്പിന് ചിരി പോലെ ഒരു തുമ്പപ്പൂ ചിരിയ ഒരു ടീച്ചർ. പിന്നെ നല്ല നീണ്ടല്ലോ AK സത്യം സീമ ടീച്ചർ ഇല്ലേ, സീമ ടീച്ചറില്ലേ ചാലക്കര സ്കൂളിന് കുറെ കാലത്തിന് ശേഷം. പിന്നെ അതാണ് ലാറ്റല്ലേ
പ്രേമവല്ലി ടീച്ചർ അല്ലെ, പിന്നെ ടീച്ചർ. ഈ മഹത്തുക്കൾ അവർ നിങ്ങളെ പല രീതിയിലും സ്നേഹം കാണിച്ചവരാണ്. നിങ്ങൾക്ക് അവരോട് പലരോട് അറ്റാച്ച്മെന്റ്. ഞാൻ വെറുതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഫോട്ടോ നോക്കിയപ്പോൾ എനിക്ക് ഒരു ഐഡിയ വന്നത്, എടാ ഇവരൊന്നും വിളിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ സുരേഷ് മാഷ് പറഞ്ഞു കുറെ ആളെ മരിച്ചിട്ടില്ലേ. അപ്പൊ ഞാൻ എണ്ണിയപ്പോൾ ആളെ കിട്ടിയുള്ളൂ. ഒരാളെ കൂടെ നിങ്ങൾ ചേർന്നതാണ് ഈ ടീച്ചർ. നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായ ഓർമ്മയുടെ ഭാഗമായ 25 കൊല്ലം മുമ്പത്തെ ഓർമ്മയുടെ ഭാഗമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നേരം എല്ലാവരും അത് കൂടി ഉണ്ടെങ്കിൽ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഇവരൊക്കെ ഇവരുടെ എല്ലാം ഭാഗമായ ശേഷം മാത്രമാണ് ഞാൻ അത് വിട്ടുതരുന്നത് വേണ്ടി അല്ലെ. നിങ്ങൾക്കും നിങ്ങളുടെ എൻ്റെ ഒക്കെ പ്രിയപ്പെട്ടവരുമായ ആൾക്കിടയിൽ ഒരു കണ്ണിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ സത്താന മാഷെ പോലെ കൃഷി മാഷെ പോലെ ലക്ഷ്മി മാഷെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഔദ്യോഗികമായി മായി മേഖലയിൽ ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്യുന്നുള്ളവരുടെ സ്ഥാനമാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരുന്നത്. അല്ലാണ്ട് എന്നെ ക്ഷണിക്കില്ലല്ലോ. അപ്പൊ ആ സ്ഥാനം എനിക്ക് കിട്ടാനൊരു കാരണമായ സർവകാലികനായ ഈശ്വരനെ ഈ സന്ദർഭത്തിൽ ഞാൻ കൃതജ്ഞതാപൂർവ്വം സ്നേഹിക്കുകയാണ്. ഈ പരിപാടി ഒരുക്കിയ മുൻകൈയെടുത്ത പ്രിയപ്പെട്ട നമ്മളെ ചങ്ങാതിമാരെ തന്നെ വിളിക്കുന്നത്. പലരും നിമ്മി പറഞ്ഞ പോലെ ഈ മുഹമ്മദ് മനസ്സിലാവുന്നത് പുരുഷമാഷ നമുക്കുള്ള പ്രശ്നം യൂണിഫോം ഇട്ടാലേ നിങ്ങളെ മനസ്സിലാവും. കളർ ഡ്രസ് ഇട്ടാൽ മനസ്സിലാവും. അന്ന് എങ്ങനെയാ സാർ ഞാൻ നിങ്ങളെ സ്കൂൾ ഇതില്ല യൂണിഫോം ഇട്ടാലേ നമുക്ക് നിങ്ങളെ മനസ്സിലാവും, എല്ലാവരും മനസ്സിലാവും. ഇതിപ്പോ നമുക്ക് കുറെ മുകൾ എനിക്ക് തീരെ പരിചയമില്ല. മിക്കവാറും അവര് മാറ്റി പുറത്തുള്ളവരായിരിക്കും അല്ലെ. എന്നെ ഇത്രയും ഫെമിലിയർ ഇവളെപ്പോലെ ഫെമിലിയർ ആവുന്നില്ല കുറെ മുകള്. പത്മിനിയെ കുറിച്ച് കളിച്ച് പത്മിനിയുടെ പാട്ടുകാരിയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടോ അല്ലെ. ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് അടിച്ച് നമ്മൾ ചിത്രം സൃഷ്ടിച്ചു. എന്തായാലും എല്ലാ അസലായിട്ടുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ചൊക്കെ എല്ലാവർക്കും സ്നേഹാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിലുള്ള പ്രിയങ്കരായ ഗുരുജനങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ആദരവ് നടന്നുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അധ്യാപകരുടെ അസാന്നിധ്യം നമ്മെ വേദനിപ്പിക്കുന്നു. ചിട്ടയായ പെരുമാറ്റവും പഠന നിലവാരവും കൊണ്ട് മാതൃകാധ്യാപികയായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാന അധ്യാപിക ശ്രീമതി രോഹിണി ടീച്ചർ, ഇംഗ്ലീഷ് ഭാഷ ഹൃദ്യമായ ഒരു അനുഭവമാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ ശ്രീ കരുണൻ മാസ്റ്റർ, മാതൃതുല്യ വാത്സല്യത്തോടെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഓടി നടന്നിരുന്ന ശ്രീമതി പി.ടി. സരസ്വതി ടീച്ചർ, രസതന്ത്രവും ഇംഗ്ലീഷ് സാഹിത്യവും പഠിപ്പിച്ച് സ്നേഹപൂർവ്വം ഞങ്ങളോട് ഇടപെട്ടിരുന്ന ശ്രീമതി രമാബായി ടീച്ചർ, UP ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്ന വാത്സല്യനിധികളായ അധ്യാപികമാർ ശ്രീമതി സത്യവതി ടീച്ചറും ശ്രീമതി പ്രേമ ടീച്ചറും, തുന്നൽക്കല സ്നേഹത്തോടെ പരിചയിപ്പിച്ച നളിൻ ടീച്ചർ തുടങ്ങിയവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം നമ്മെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചിട്ടുള്ളത്. ഈ ഗുരുജനങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ച് അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. ഇനി ഈ വേദി ഗുരുവന്ദനത്തിനായി ഒരുങ്ങുകയാണ്. ഇവിടെ എത്തിയ പ്രിയങ്കരായ നമ്മുടെ അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു വേദി ആദരിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾ ഇവിടെ ആദരിക്കുന്നത് കുട്ടികൾക്ക് എന്നും പ്രിയപ്പെട്ട ടീച്ചറായിരുന്ന ധന്യ ടീച്ചറിനാണ്. ആരോടും ചിരിച്ചുകൊണ്ട് സൗമ്യമായി മാത്രം പെരുമാറിയിരുന്ന ധന്യ ടീച്ചർ വിരമിച്ച ശേഷം ഇന്ന് ആധ്യാത്മിക രംഗത്ത് സക്രിയമാണ്. പ്രിയങ്കരിയായ ധന്യ ടീച്ചറെ ആദരവിനായി ക്ഷണിക്കുകയാണ്.
ശ്രീമതി ലക്ഷ്മിബായി ടീച്ചർ, ബയോളജി അധ്യാപികയായിരുന്ന ടീച്ചർ കുട്ടികളോട് എന്തും തുറന്നു പറയുന്ന പ്രകൃതമായിരുന്നു. വാത്സല്യത്തോട് പെരുമാറുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മിബായി ടീച്ചറെ ആദരിക്കാനായി ക്ഷണിക്കുന്നു. ഇനി അടുത്തതായി വേദിയിൽ ആദരിക്കപ്പെടുന്നത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായ ശ്രീ സത്താർ മാസ്റ്റർ. രസകരമായി സംസാരിക്കുന്നതുപോലുള്ള ക്ലാസുകൾ ഇന്നും ഓർമ്മയിലില്ലാത്തവർ ചുരുക്കമായിരിക്കും. എല്ലാം ലാഘവമായി കണ്ട് എന്നും തമാശയോട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സത്താർ മാസ്റ്റർ വേദിയിൽ ആദരിക്കുന്നു. മറക്കിലൊരിക്കലും സാറിന്റെ ആ നല്ല ക്ലാസ്. വേദിയിൽ ആദരപൂർവ്വം പുരുഷോത്തമൻ മാഷിനെ ക്ഷണിക്കുന്നു. ഭാവസാന്ദ്രമായി ഹിന്ദി പാഠഭാഗങ്ങൾ അഭിനയിച്ചു പഠിപ്പിച്ച ഒരു അധ്യാപികയെ നമുക്കുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജയലക്ഷ്മിയാണ്. ആരും ഓർമ്മപ്പെടുത്താതെ തന്നെ വഴിയരികിൽ പഠിപ്പിച്ച മുഖങ്ങളിൽ ടീച്ചർ ഓർത്തെടുത്ത് കണ്ടുള്ള ബന്ധം കൊടുക്കും. സ്നേഹത്തോടെ നമ്മുടെ ആദരിക്കൽ ചടങ്ങിലേക്ക് ശ്രീമതി ജയലക്ഷ്മി ടീച്ചറെ ക്ഷണിക്കുന്നു. ശ്രീമതി ഗിരിജ ടീച്ചർ, UP വിഭാഗത്തിൽ നമ്മെ പഠിപ്പിച്ച ടീച്ചർ വളരെ സൗമ്യമായി പെരുമാറുന്ന പ്രിയങ്കരിയായ ഒരു അധ്യാപികയാണ്. കഴിഞ്ഞ വർഷം വിരമിച്ച ടീച്ചറെ നമ്മുടെ ആദരവ് സ്വീകരിക്കാൻ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ ആദരിക്കപ്പെടുന്ന ബഹുമാന്യ വ്യക്തിത്വം ശ്രീമതി കമല ടീച്ചറാണ്. കണക്ക് പഠിപ്പിക്കാൻ വളരെ കുറഞ്ഞ കാലയളവ് മാത്രമേ നമുക്ക് കമല ടീച്ചർ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കുട്ടികളോട് നന്നായി പെരുമാറിയ സൗമ്യയായ ഈ അധ്യാപികയെ ആരും മറക്കാനിടയായി. കമല ടീച്ചറെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ പോയവർ ഇവിടെ UP ക്ലാസ്സിൽ പഠിച്ചതാണെങ്കിൽ തീർച്ചയായും ഓർക്കുന്ന ഒരു നാമധേയമാണ് ശ്രീ അയ്യപ്പൻ മാഷിന്റെ. ഹിന്ദി അക്ഷരമാല മുതൽ ഭാഷാജ്ഞാനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പഠിപ്പിച്ച് സാധനം സ്മരിക്കാതെ എങ്ങനെ ഹിന്ദിക്കാരുമായി സംവദിക്കുന്നു. പിന്നെ എത്രയൊക്കെ ദേശഭക്തി ഗാനങ്ങൾ പല പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ BA പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹിന്ദി അധ്യാപകനായ സാറിനെ വേദിയിലേക്ക് വിദ്യമായി ക്ഷണിക്കുന്നു. ശ്രീമതി സരള ടീച്ചർ, യുവത്വത്തിന്റെ ചടുലതയോടെ മലയാളം ക്ലാസ് എടുക്കുന്ന സരള ടീച്ചർ അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവരിൽ അഭിവാദിതയായ അധ്യാപികയായിരുന്നു. സർഗാത്മകമായ കാര്യങ്ങൾ അന്ന് ഞങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു അധ്യാപിക എന്ന നിലയിലും ക്ലാസ് മുറിയിൽ സംവാദത്തിന്റെ നേർത്ത ശബ്ദം പഴയ സിലബസിലും കൊണ്ടുവന്ന ടീച്ചർ പലരെയും സ്വാധീനിച്ചിട്ടുള്ള പ്രിയങ്കരിയായ അധ്യാപികയായിരുന്നു. വേദിയിലേക്ക് ആദരവിനായി ഞങ്ങളുടെ സരള ടീച്ചറെ ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ ആദരിക്കാൻ പോകുന്ന അധ്യാപിക ശ്രീമതി സീത ടീച്ചറാണ്. കുറച്ചു കാലം മാത്രമേ കണക്ക്
അഭ്യസിപ്പിച്ചിട്ടുള്ളൂവെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ ടീച്ചറുടെ ക്ലാസ്സിൽ ഇന്നും നിലനിൽക്കുമെന്നത് ടീച്ചർ നമ്മോട് കാണിച്ച സ്നേഹത്തെയും ആത്മാർത്ഥതയും സൂചിപ്പിക്കുന്നു. വേദി ആദരിക്കാനായി ആർദ്രമായി സ്വീകരിച്ചത് ക്ഷണിക്കുന്നു. അവസാനമായി ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം നമ്മുടെ സ്വന്തം മുസ്തഫ മാസ്റ്ററാണ്. ഉദ്ഘാടന വേളയിൽ പറഞ്ഞതിനാൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സാറിന്റെ സജീവ സാന്നിധ്യം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ചിലരെയൊക്കെ അദ്ദേഹം നാടകം പഠിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ രക്ഷാകർത്താവ് കൂടിയായ മാഷിനെ ഞങ്ങളുടെ ആദരവ് സ്വീകരിക്കാനായി വേദിയിൽ ക്ഷണിക്കുന്നു. ഗുരുവന്ദനം ഔപചാരികമായി കഴിഞ്ഞെങ്കിലും ഞങ്ങളുടെ ആദരവ് സ്വീകരിക്കാൻ വ്യക്തിപരമായ പല അസൗകര്യങ്ങളാലും ഇവിടെ എത്താനാവാത്ത പല അധ്യാപകരും ഒന്ന് ഞങ്ങൾക്ക് എല്ലാ പരിപാടിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ മലയാളം സാർ പുരുഷോത്തമൻ മാസ്റ്റർ, മലയാളം ടീച്ചർ ശ്രീ സരസ്വതി ടീച്ചർ, നമ്മെ സംഗീതം പഠിപ്പിച്ചിരുന്ന ശ്രീമതി പൗളിൻ ടീച്ചർ, പി ടി ടീച്ചറായ സാവിത്രി ടീച്ചർ, രാമകൃഷ്ണൻ മാസ്റ്റർ, കൗൺസിൽ ടീച്ചർ തുടങ്ങിയവരാണ്. മേൽപ്പറഞ്ഞവരിൽ തന്നെ ശാരദ ടീച്ചർ, എ കെ സരസ്വതി ടീച്ചർ, വത്സലൻ മാസ്റ്റർ എന്നിവർ ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കാനായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വേദിയിൽ മനസ്സുകൊണ്ട് ആദരിക്കുന്നു. അവർക്കുള്ള ഉപഹാരങ്ങൾ ഞങ്ങൾ അവരെ എത്തിക്കുന്നതായിരിക്കും. രാധ ടീച്ചറും ഇവിടെ എത്താത്തവരിൽ ഉള്ള ഒരു അധ്യാപികയാണ്. ഇനി നമ്മുടെ സൗഹൃദ വേദിയിൽ നാം കാതോർത്തിരിക്കുന്നത് നമ്മുടെ അധ്യാപകരുടെ ആ പഴയ ശബ്ദം ഒന്നുകൂടി കേൾക്കാനാണ്. ആ ഉപഹാരം ഞങ്ങളുടെ മനസ്സിൽ നിന്നും ചേർക്കപ്പെടുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയവരാണ്, നന്മയുടെ വഴികാട്ടിയവരാണ്. ഞങ്ങൾക്ക് ഒരുവഴി മറുപടി പ്രസംഗമായി 2 വാക്ക് ഞങ്ങളോട് സംവദിക്കാൻ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരോട് സവിനയം അഭ്യർത്ഥിക്കും. നിങ്ങൾ അറിയാവുന്ന കാര്യം എന്താ ഗുരുതര പ്രയാസം വളരെ കൊടുക്കണം. കാരണം നിങ്ങളോട് കൂടെ സന്തോഷക്കാരുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാവരെയും ഏറ്റവും സന്തോഷിക്കും. കാരണം മിക്ക മുഖങ്ങളും അത് കുട്ടികളോട് നമ്മളെ ബന്ധപ്പെടാം. പോണ്ടിച്ചേരി പോയാൽ സാറിന്റെ കൂടി എല്ലാ മുഖത്തുണ്ടാവും. ഏത് മെഡിക്കൽ കോളേജിൽ പോയാലുണ്ടാവും, ഫാർമസി പഠിപ്പിക്കുന്ന കോളേജിൽ പോയാലുണ്ടാവും. അത് അതിശയം പറയാനൊന്നും പറയാം. കല്യാണം കൊണ്ട് പോയി ഇങ്ങനെ വളരെ കല്യാണം പറയാം കൈവച്ച സാർ പെട്ടെന്ന് കാരണം നമുക്ക് മനസ്സിലാക്കില്ല. കാരണം കുട്ടിക്ക് ഇവിടെ സ്ഫോടനം പെട്ടെന്ന് പറയാം. ചില കുട്ടിക്കില്ല നമുക്ക് മനസ്സിലാക്കി തരുന്ന സ്ഫോടനം അത് ഞാൻ കല്യാണം കഴിച്ചു കുറച്ച് നേരം പറഞ്ഞതാണ്. വേറൊരു ദിവസം ഇരിങ്ങൽ ഒരുപാട് ദൂരം പറയുന്ന ഇരിക്കാൻ പോകും. രാത്രി ഞാൻ ചെറിയ കാറാണ്, പഴയ കാറാണ്, കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. ഞാനിങ്ങനെ തിരിഞ്ഞ് കഴിക്കുമ്പോൾ വണ്ടി ഞാൻ തിരിച്ച് കഴിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ആളൊരു കുട്ടിയാണ് ഇങ്ങോട്ട് തട്ടി വെച്ച എനിക്ക് അതിശയാണ്. കാരണം ഇത്രയും വലിയൊരു ഗ്യാങ് നമ്മുടെ സ്കൂളിൽ വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലതാണോ? 2006 റിട്ടയർ ചെയ്തത് സത്തർ മാസം പറഞ്ഞ പോലെ പ്രൊമോഷൻ ട്രാൻസ്ഫർ പോണ്ടിച്ചേരി കാണിക്കുക. ഫാമിലി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ തയ്യാറാണ് പോകാൻ. പിന്നെ എന്താ മാർഗം മതി, ഇനി ഇത്രയേ ഉള്ളൂ. പ്രത്യേകം അങ്ങോട്ട് ആയിക്കോട്ട് വായിക്കാം, ആളുണ്ടോ? പക്ഷേ റിട്ടയർ ചെയ്ത് 2006 സെപ്റ്റംബർ 2-നാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത് വീണ്ടും ഞാൻ 3-4 മാസം ഇതേ സ്കൂളിൽ എന്നെ സബ്ജക്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. ആരും അറിയില്ല. കാരണം എന്താ, അന്ന് പഠിപ്പിക്കേണ്ട ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഭർത്താവ്
വെച്ചതാണ് ഞാൻ അങ്ങോട്ട് പോയതായി എന്നെ കണ്ട ഒരൊറ്റ കാഴ്ച. കാരണം എന്താ, 10ാം ക്ലാസ് പോകാനായിട്ട് എനിക്കിപ്പോൾ ഒരു മാസത്തേക്ക് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് പബ്ലിക് എക്സാം കഴിയും. ഞാൻ പോരാ, ഞാൻ വീട്ടിൽ പോരാ. പക്ഷേ എനിക്ക് ഈ സ്കൂൾ അതിൽ ഒരു സൗകര്യം ചെയ്യണം. കാരണം എന്താ, 10th ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 1 മണിക്കൂർ എടുക്കും. അതേ സമയത്ത് 9th ഇതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിന് കഴിച്ചു. കാരണം രാവിലെ ഉച്ചയ്ക്ക് എനിക്ക് പോവാം. എന്താണ് ഇത് എൻ്റെ സ്കൂളാണ്, എന്നൊരു ബോധം. അല്ലാതെ ആരും വീട്ടിൽ വീട്ടുകാരെയും വലിയ സ്കൂൾ പഠിപ്പിക്കുന്നു ആരും തന്നെ പറയാൻ നിന്നില്ല. അതേ പുസ്തകം മാഷ് പറഞ്ഞ പോലെ റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാവരും പറയാം, ജയലി സെൻറ് ജോസ് പരിപാടി ഉണ്ടാവും, ഞാൻ വരും. അതെന്താ അങ്ങനെ പറയും? അല്ല എനിക്ക് വിജയം കൊണ്ട് വരണോ? നിങ്ങൾ സെൻറ് ജോസൊക്കെ വിജയം കൊണ്ട് വരണം. ഞാനങ്ങനെ ഭയപ്പെട്ടില്ല. പല പ്രാവശ്യം ഞാൻ ഈ സ്കൂൾ വന്നിട്ട് സുരേഷ് മാസ്റ്റർ ചോദിച്ചൊക്കെ അറിയാം. ഞാനിവിടെ വന്ന പോലെ റിട്ടയർ ചെയ്ത ആദ്യം സ്കൂളാണ്. കാരണം ഇതിനെ കുറിച്ച് കാര്യമില്ല. പഴയ കുട്ടിയെ പിന്നെ കുറച്ച് കുറഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ വിട്ടുപോയി. പിന്നെ പുതിയ കുട്ടിയാണ്, ആരെ നമുക്ക് വരികയില്ല. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച്. ഈ സ്കൂളായിട്ടല്ല ഞങ്ങളുടെ. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളുണ്ട്, നമ്മുടെ സ്കൂളിലെ അധ്യാപകർ എല്ലാവരും കാണണം. ഇത് ഒരു ഓർമ്മ കൊടുക്കണം. ഇപ്പോഴും ഈ 25 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഈ ഓർമ്മ കൊടുക്കലിൽ മറ്റൊരു കാര്യം കൂടി. എന്താ, നിങ്ങൾ ചെറിയ കുട്ടികളായി ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതേസമയം നമ്മൾ പ്രായം പേപ്പോട്ട് പോയി. അത് നിങ്ങൾ കാണണം. കാരണം ഞാൻ ചെറുപ്പക്കാരനായി എന്നെ ക്ലാസ്സിൽ കാരണം ഞാൻ ക്ലാസ്സിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് ദർശനം ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ പറയും, നമ്മളെ നമ്മുടെ അർജന്റായിട്ട് പ്രോഗ്രാം ഉണ്ടല്ലോ, എങ്കിലും ഡേറ്റ് മാറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് പോയി. കാരണം എല്ലാവരും കാണാം, എല്ലാവരും ആരും പഴയ മുഖങ്ങളല്ലേ പരിചയപ്പെടാം. ഈ ഒരു സന്തോഷം, ഈ ഒരു സന്ദർഭം എനിക്കില്ല. അത് ഈ സമയം ഇപ്പോഴേ കിട്ടും. അതുകൊണ്ട് ഞാൻ അധികം സമയം തീർക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന പ്രത്യേകിച്ച് ദർശനത്തെ പറ്റി പറയാൻ ഒരു കാര്യം പറയാൻ മറന്നു. പിന്നെ പറയാം, കാരണം മെമ്മറി മാറ്റാതെ കഥകളി കാണുമ്പോൾ TV കാണില്ലേ, ഞാൻ ഇവിടെ ദർശനം കാണിക്കാം. കാരണം ആരും പറയുമല്ലോ, 9ാം ക്ലാസ്സിൽ ഓണത്തിന് പൂട്ട് ദർശനയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊന്നും ഭംഗിയില്ല. 3 ഡയമെൻഷണൽ പിക്ചർ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ പഴയ കുട്ടികളെ ഓർമ്മയുണ്ട്. വരച്ചത് പ്രഭുലിയാസ്. ഈ അർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറയാനായിട്ട് തോന്നിയില്ല. ബിന്ദു എന്ന എനർജറ്റിക്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് നല്ല കുട്ടി എന്ന് പറയാൻ വിശേഷമില്ല. താഴ്ന്നു വരികയുണ്ടാവില്ല. ഒരു ദിവസം ഞാൻ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ കൂടി പോകുമ്പോൾ ഒരു കുട്ടി തടസ്സൊക്കെയാണ്, ഓർമ്മമാണ്. ഹൈറ്റ് കുറവാണ്, നല്ല ഭംഗിയുള്ള മുഖമാണ്, നല്ല എനർജറ്റിക് ആണ്, നന്നായി പഠിക്കും. 72 കുട്ടികളുടെ ക്ലാസ്സിലെ കുട്ടിയെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ പഠിക്കട്ടെ. ബസ് സ്റ്റാൻഡിൽ, പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കൂടി ഞാൻ പോകുമ്പോൾ ഓടി വന്ന് എന്നെ പിടിച്ചത് ഒറ്റ കച്ച. ബസ് സ്റ്റാൻഡിലാ സംഭവം. എന്നെ കെട്ടിപ്പിടിച്ചത് ഒറ്റ നിലവിളിയാണ്. അധികം താമസിയാതെ കിട്ടി. ഞാൻ അറിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. എന്തോ ഫാമിലി പ്രോഗ്രാം പറയപ്പെടുന്ന തെറ്റായി. അത് മറക്കാൻ പറ്റാതെ. കാരണം ഇപ്പോഴും ഞാൻ പറയുമ്പോഴും കുട്ടിയുടെ മുഖേന്റെ മനസ്സിലുണ്ട്, ഞാൻ ഇങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് എല്ലാവരെയും കഴിഞ്ഞ കുറേ കുട്ടികളെ കണ്ടുവച്ചിട്ടുപോയി. എല്ലാവരെയും കാണുമ്പോഴേ ഓർമ്മയില്ല നമ്മുടെ സ്കൂളിൽ എല്ലാം. പക്ഷെ ഈ കൊല്ലം ദയവായി ചോദിക്കുന്നു, പേര് ദയവായി ചോദിക്കുന്നു, ഓർമ്മ കിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പലപ്പോഴും ഞാൻ പോകുന്ന വ്യക്തിയാണ്. ഓരോ യാത്രക്ക് പോയ ദിവസങ്ങളിലെ ഞാൻ കാണും. അതെങ്ങനെയാ തിരിച്ചറിയുന്നത്? സാറിന്റെ വിളിയ അല്ലാതെ ഞാൻ ശ്രദ്ധിക്കില്ല. കാരണം സ്ത്രീകളെ ഗ്രൂപ്പിലുണ്ടാവുക. ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന അവാർഡ്. കൂടുതൽ സംസാരിക്കാൻ ഒന്നുമില്ല.
ഒരിക്കൽ കൂടി സഹപ്രവർത്തകരായ അതോടൊപ്പം ഇവിടെ മുമ്പ് വിദ്യാർത്ഥികളായിരുന്ന ഈ അമ്മമാരായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 25 വർഷം എന്ന് പറയുമ്പോൾ 25ന്റെ കൂടെ ഒരു 15 വർഷം കൂടി കൂട്ടുക. അപ്പോൾ 40 വയസ്സ് ഏതാണ്ട് കഴിഞ്ഞവരാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോ ഞാനിവിടെ പിന്നെ 7 വർഷം അതായത് ഇരുന്ന് പോയിട്ട് അതിനിടയ്ക്ക് 28 കൊല്ലവരുണ്ടായിരുന്നു. ഞങ്ങൾ ചൂടുന്നതിനെ ചെയ്യാനുള്ള ഉദ്ദേശത്തിനാണ്. അപ്പൊ JC കൊണ്ടാകട്ടെ എന്നെ വെച്ചിട്ടുണ്ടാവില്ല. അത്രത്തോളം വേറെ കൊണ്ട് പോയി പറയാം, അത്രത്തോളം പറയാം. ഏറ്റവും മുമ്പ് കൃഷ്ണഭാഷയുടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പന്തക്കലാണ് അവിടെ കുറഞ്ഞ കാലം 3 കൊല്ലം പോയി. പിന്നീട് അടുത്ത എക്സാമായി ഇവിടെ നിന്ന് പോകണമെന്നില്ല. പിന്നെ പ്രൊമോഷൻ, അതായത് പന്തക്കല് ഇവിടെ നിന്ന് പോലീസിലും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ഞാൻ പോയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. മോണിറ്ററിംഗ് ബെനിഫിറ്റ് സാമ്പത്തികമായ നേട്ടമില്ല. അതുകൊണ്ട് തന്നെ അത് എന്തിന് പട്ടം നെന്മാസ്റ്റർ പട്ടം എന്നറിയില്ല. ഇവിടെ നിന്ന് തന്നെ പിന്നീട് അത് പബ്ലിക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നെന്മാസ്റ്ററായിട്ടാണ്. പിന്നെ ഇപ്പോൾ 5 വർഷമായി. പിന്നെ ചുരുക്കത്തില് ഇവിടെ നിന്ന് നിങ്ങൾ 25 വർഷം മുമ്പ് കഴിഞ്ഞെങ്കിലും ഞാനിവിടെ 7 വർഷം മുമ്പേ പോയി എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാലത്ത് ഇവിടെ എന്തെങ്കിലും ഗേൾസ് സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ മിസ്റ്ററി സ്കൂളാണ്. അപ്പൊ ഇഷ്ടം പോലെ ആൺകുട്ടികളും വീടാണ്. അപ്പൊ ഇവിടെ മുമ്പ് എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ എടുത്തു പറയാണ്, ആദ്യം അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് നമ്മുടെ തൊട്ടടുത്തുള്ള ബോയ്സ് സ്കൂളിൽ ഒരു ലെക്ചർ 25 കുട്ടികളെ അയച്ചാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഈ കടന്നുകയറ്റത്തിന്റെ ഫലമായിട്ട് ഇവിടെ നിങ്ങൾ സംഘടിച്ച് വെറും വിരലുകൾ അടക്കുമ്പോൾ ഇത്ര ആൾക്കാരെ സഹപ്രവർത്തകരെ ഇവിടെ എത്തിച്ചതിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തിയതിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ ഇനിയും പിന്നെ അപ്പൊ ഞാൻ ഒരുപാട് ഞാൻ വിചാരിച്ചാണ് ഇതിന് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. എന്തെങ്കിലും ഇപ്പൊ നമുക്ക് കാറ്ററിംഗിലുള്ള പോലെ അപ്പൊ അതൊന്ന് പിന്നെ വലിയ അഭിമാനമില്ലാതെ ആളെ ഏൽപ്പിച്ചാൽ വരില്ല സംഖ്യത്തിൽ. അപ്പൊ ആൾക്കാരെ ഇപ്പൊ വീട്ടിൽ സർക്കിക്കാൻ പോലെ നമ്മൾ ആ വാടക കൊടുത്ത ആൾക്കാരെയാണ് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് സ്വന്തം വീട്ടിൽ കയറി വന്നാൽ ആൾക്കാർക്ക് ഭക്ഷണവും അതും എല്ലാം കൊടുക്കുന്നത് സ്വന്തക്കാർക്ക് പകരം ഇങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാരാണ്. അപ്പൊ ഈ ചുരുക്കത്തിന് എല്ലാവർക്കും ഈ ഏതായാലും ഞാൻ വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും കാണാനും നിങ്ങളെ നേർക്ക് എന്തോ സംവദിക്കാൻ പറ്റുന്ന ഈ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. അങ്ങനെ ആദ്യം രഹസ്യമായി ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ നോക്കാൻ എല്ലാ ഒരു സംശയം എങ്കിലും പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും ഇവിടെ പോയ ജീവനുള്ള കുറച്ച് തീരുമാനം എടുത്തിട്ട് അങ്ങനെ ഇവിടെ വന്നു. വേറെ എൻഗേജ്മെന്റിൽ ഒരു 2 കല്യാണം ഉണ്ടായിരുന്നു, ഒരു മരണം വീട്ടിൽ പോയി അങ്ങനെ കഴിഞ്ഞിട്ടാണ് കൊണ്ട് വന്നത്. പക്ഷെ വേറെ എൻഗേജ്മെന്റ് ഇല്ലാതെ ഞാൻ അവിടുന്ന് വേഗം ഏതായാലും കൃത്യ സമയത്ത് തന്നെ എത്രയുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹം ഏതായാലും നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു കണ്ടതിന് വളരെ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ നന്ദിയോടും ആശംസിക്കുന്നു. സൗണ്ട് ക്ലിയർ ആവും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ദേശഭക്തി ഗാനഘടന പാടുന്നത് ആ സൗണ്ട് ഇന്നില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഞാനത് കേട്ടെടുത്തോളൂ. നിങ്ങളുടെ അനുഗ്രഹം നോക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, എൻ്റെ ജീവിതത്തിൽ
ഇതുപോലൊരു നല്ല അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മയ്യഴി മേഖലയിൽ ധാരാളം ആൺകുട്ടികളുണ്ട് ഉണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു. എങ്കിലും ആർക്കും തോന്നാത്ത ഒരാശയം അത് ദർശനയിൽ കൂടി വന്നിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തരാൻ സാധിച്ചത് എന്നെ കൊണ്ട് പോലും പറ്റില്ല, ഞങ്ങളെ കൊണ്ട് പോലും പറ്റില്ല. അത്രയ്ക്കും നല്ല ഒരു പരിപാടിയാണിത്. ഇത് ഇനിയും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലത്തെ കിട്ടാനോ പൊന്നാട കിട്ടാനോ അല്ല, നിങ്ങളെ ഒന്ന് കാണാനാണ്. ആ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഇതുപോലെ ഒരു സന്തോഷം ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വളരെ ഇതിലാണ്. പക്ഷേ നിങ്ങളെ 25 കൊല്ലത്തിന് മുമ്പ് പഠിച്ച കുട്ടികൾ അന്ന് കാണിച്ചതായ ആ ഭക്തിയും സ്നേഹവും വാത്സല്യവും ഒന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. ഇന്നത്തെ കുട്ടികൾക്ക് അതുണ്ടാവില്ല. ഞങ്ങൾ അന്ന് നിങ്ങളോട് സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു, ബഹുമാനം പ്രതീക്ഷിച്ചിരുന്നു. അതന്ന് കിട്ടുകയും ചെയ്തു. ഇന്നത് കിട്ടാത്തതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങളത് ചോദിച്ചാലും അതിനി കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു സന്തോഷമുള്ളത് നിങ്ങളെ കണ്ടത്, സന്തോഷമില്ലാത്തത് നമ്മളെ പ്രിയങ്കരായ പഴയ അധ്യാപകർ ഇവിടെ ഇല്ലാത്തതുമാണ്. കാരണം നിമ്മിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ശാരദ ടീച്ചറെ കൊണ്ടുപോയി. നിമ്മിയുടെ നടത്തവും ആ പെരുമാറ്റെല്ലാം കാണാൻ ശാരദ ടീച്ചർ ഇവിടെ കാണില്ല. ശാരദ ടീച്ചറെ കണ്ടിട്ട് വർഷം കുറയായി. ഇപ്പൊ നിങ്ങളുടെ കാണുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പല അധ്യാപകരും ഇവിടെ ഉണ്ട്. നമ്മളെ കോലങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. എന്റെ പോലെ അങ്ങനെ മാറാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അല്പം കഷണ്ടി ബാധിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു മാറ്റം കാണുന്നില്ല. ഇനി എനിക്ക് 4 വർഷത്തെ സർവീസ് ഉണ്ട്. എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓരോ കുട്ടികളും ഇവിടെ വന്നിട്ട് അവനവന്റെ സ്വയം കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഭർത്താവിന് എന്താണ് പണി, മക്കളെത്ര, അവരെന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെയുണ്ട്, സുഖമാണോ, എങ്ങനെയാണ് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ള നിങ്ങളെ കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹം. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹം പോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും ഞങ്ങൾക്ക് വളരെ ആഗ്രഹം. എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല. സംസാരിക്കില്ല. സ്വരം നന്നാവുന്നതിന് മുമ്പ് മോശമാകുന്നതിന് മുമ്പ് പാടുന്നതാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കറണ്ട് പോയി. ഓരോരുത്തരും വന്നിട്ട് നിങ്ങളെ സുഖം ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട്